സ്വഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ച രീതിയെക്കുറിച്ച് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോവുകയാണ്. ഹിജ്റ പോകുന്ന വേളയിൽ മുന്നോട്ടിങ്ങനെ നടക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രവാചകന്റെ പിറകിലോട്ട് വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പ്രവാചകൻ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ, ഒന്നുകിൽ നീ മുമ്പിൽ നടക്ക്, അല്ലെങ്കിൽ നീ പിറകിൽ നടക്കുന്ന, എന്താ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? അബൂബക്കർ പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പിന്നിൽ നടക്കുമ്പോൾ മുൻഭാഗത്തെ മലയുടെ അപ്പുറത്ത് നിന്ന് ഏതെങ്കിലും ശത്രുക്കൾ നിങ്ങൾ ആക്രമിക്കാൻ വരുമോ എന്ന പേടി എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ശരീരം കൊണ്ട് മുന്നോട്ട് വരുന്നത്. ഞാൻ മുന്നോട്ട് വന്നാലോ പിറകിൽ നിന്ന് ആരെങ്കിലും വന്നുകൊണ്ട് നിങ്ങൾ ആക്രമിക്കുമോ എന്ന പേടി തോന്നുകയാണ്. അതുകൊണ്ട് ഞാൻ പിന്നിലോട്ട് വരുന്നത്. എന്തൊരു സ്നേഹാണ്! അവർ ഇർത്തക്കബത്ത് പാടിയോ? അവർ ഷറഫുൽ അനാം പാടിയോ? അവർ മഹമൂദ് മാല പാടിയോ? അവർ ബർസഞ്ചി പാടിയോ? അവർ വീട്ടുമൗലിദ് നടത്തിയോ? അവർ നാട്ടുമൗലിദ് നടത്തിയോ? അവർ കൂട്ടമൗലിദ് നടത്തിയോ? അവർ ആളുകളെ പറ്റിച്ചോ? ഇല്ല, ഉണ്ടായിട്ടില്ല. കാരണം എന്താ? ആ സ്നേഹം ആത്മാർത്ഥമായിരുന്നു. അത് ദീനിന് വേണ്ടിയിട്ടായിരുന്നു, അത് സ്വർഗത്തിന് വേണ്ടിയായിരുന്നു. ഉഹദ് യുദ്ധത്തിലേക്ക് പ്രവാചകൻ പോവുകയാണ്. യുദ്ധത്തിന് പോകുമ്പോൾ പലപ്പോഴും പല യുദ്ധങ്ങളിലേക്കും പോകുമ്പോൾ പ്രവാചകൻ സ്വഹാബത്തിനോട് പിരിവൊക്കെ ആവശ്യപ്പെടും. പിരിവ് അന്നുള്ളതാണ്, കാരണം കാര്യങ്ങൾ നടക്കണമല്ലോ. ആളുകളോട് ആവശ്യപ്പെടും. പലരും ആയുധം കൊണ്ടുപോയി കൊടുക്കും. ചില ആളുകൾ കുതിരകളെ കൊണ്ടുവരും, ചില ആളുകൾ ധാന്യങ്ങൾ കൊണ്ടുവരും, ചിലർ പടയങ്കിയും പടത്തൊപ്പിയും കൊണ്ടുവരും. പ്രവാചകൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീ ഇങ്ങനെ വരിക, ഒരു ചെറിയ കുട്ടിയെയും കൊണ്ട്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഉമ്മു അമ്മാറ വരുന്നുണ്ട്, നോക്കി, എന്താ ആവശ്യം നോക്ക്. ഉമ്മു അമ്മാറ പ്രവാചകൻ്റെ അടുക്കിലേക്ക് എത്തിയിട്ട് റസൂലിനോട് സംസാരിക്കുക. നബി ചോദിച്ചു, എന്തേ വന്നതെന്ന് ചോദിച്ചു. റസൂലെ, നിങ്ങൾ പിരിവ് ആവശ്യപ്പെട്ടു, എൻ്റെ കയ്യിലൊന്നും തരാനില്ല, എനിക്കുള്ളത് ഈ കുഞ്ഞാണ്, നിങ്ങൾ ഇതിനെ കൊണ്ടുപോകണം. റസൂൽ ചോദിച്ചു, ഞാൻ ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് യുദ്ധത്തിൽ എന്ത് ചെയ്യാനാ? അള്ളാഹിന്റെ റസൂലേ, ശത്രുക്കളുടെ വാളുകൾ നിങ്ങളുടെ ശരീരത്തിന് നേരെ വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ പരിചയമായി ഉപയോഗിക്കണം, നിങ്ങളുടെ ശരീരത്തിൽ വെട്ടേൽക്കരുത്. ആ സ്വഹാബി വനിതയുടെ സ്നേഹത്തിന്റെ തരിമ്പ് മങ്കൂസും ഏറ്റി നടക്കുന്ന, എന്താണ് മങ്കൂസ് എന്നറിയാത്ത നമുക്കുണ്ടോ? മങ്കൂസ് എന്താ ഞാൻ പഠിപ്പിച്ചേരാം ഇൻഷാ അല്ലാഹ്. ഇത് കഴിയട്ടെ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ. നമ്മൾ സ്വർഗത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് എങ്കിൽ ഈമാനുള്ളവരെ പഠിച്ചോളൂ, ഖുർആനിലൂടെ പഠിച്ചോളൂ, പ്രവാചകന്റെ ശരീരയിലൂടെ പഠിച്ചോളൂ, പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ജീവിതത്തിലൂടെ എന്തായിരിക്കണം പ്രവാചക സ്നേഹം എന്നുള്ളത്. അവരാരും പ്രവാചകനെ സ്നേഹിക്കാത്തവരല്ല. ബദർ യുദ്ധം നടക്കുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു നബി ഇങ്ങനെ സൊഫ് ശരിയാക്കുക, ഓരോരുത്തരും നേരെ നിർത്തുകയാണ്. തന്നെ വടി കൊണ്ട് ഒന്നിങ്ങനെ കുത്തി നേരെ നിർത്താൻ വേണ്ടിയിട്ട് സവാദ് റളിയല്ലാഹുവിന്റെ വയറ്റത്ത് അദ്ദേഹം പറഞ്ഞു, റസൂലേ, നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു, എനിക്ക് പകരം കിട്ടണം. ലഖദ് ഔജഅതനി യാ റസൂലല്ലാഹ്, റസൂലേ, നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു. അപ്പോൾ റസൂൽ പറയാ, ഇസ്തഖിദ് മിന്നി യാ സവാദ്, സവാദ് നീ പകരം വീട്ടിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുപ്പായം പൊന്തിച്ചു, കുത്തിക്കോളാൻ പറഞ്ഞു. സവാദിന് അങ്ങോട്ട് വടിയോണ്ട് കുത്തിയതല്ലേ, സൊഫ് ശരിയാക്കുമ്പോൾ പതുക്കെ അങ്ങനെ തോണ്ടി ശരിയാക്കിയതാ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു. റസൂൽ കുപ്പായം പൊന്തിച്ച് പറഞ്ഞു, നീ പകരം വീട്ടിക്കോ. അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? ഫഹ്തളന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم جعل يكبل كشحه. അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് ആ വയറ്റത്തൊരു ഉമ്മ വെച്ചു. ഇതിന് പറയാണ്, യാ റസൂലല്ലാഹ് ലഖദ് ളനൻതു അന്ന ഹാദൽ മുഖാമ ഹുവ ആഖിറുൽ അഹ്ദി ബിക. ഇത് ചിലപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ അവസാനത്തെ ബന്ധമായിരിക്കും. യുദ്ധത്തിലേക്ക് ഇറങ്ങിയാണല്ലോ, ചിലപ്പോൾ ഷഹീദാകാം. ഫഹബബ്തു അൻ യമുസ്സ ജിൽദി ജിൽദക കൈ ലാ തമസ്സനി അന്നാർ. എന്നെ തീ സ്പർശിക്കാതിരിക്കാൻ എൻ്റെ ശരീരം നിങ്ങളുടെ ശരീരവുമായി സ്പർശിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയി റസൂലേ. എന്തോ ഒരു സ്നേഹമാണത്. അവരെന്തേ ഇന്ന് കാണിക്കുന്നൊന്നും ചെയ്യാതിരുന്നത്? അതുകൊണ്ട് ആ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലുള്ളതാണ് ദീന് എന്ന് പറയാനുള്ള കാരണം. അവരെന്ത് ചെയ്തു അത് നമ്മൾ ചെയ്യാം. മഹാനായ സയ്യിദ് ഇബ്നു ദസ്ന റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി. നസ്താസ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തെ കൊല്ലുന്നതിന് മുമ്പ് അന്ന് അബൂ സുഫിയാൻ മുസ്ലിം ആയിട്ടില്ല. അബൂ സുഫിയാൻ ചോദിച്ചു, ഈ സയ്യിദ് ഇബ്നു ദസ്നയെ പിടിച്ചുകൊണ്ടുപോയിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. എന്താ ചോദ്യം എന്നറിയോ? യാ സയ്യിദ് അതുഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ഇൻദനാ മകാനക നളിബു ഉൻഖഹു വഇന്നക ഫീ അഹ്ലിക. നിന്റെ സ്ഥാനത്തിലൂടെ മുഹമ്മദിനെ കൊണ്ടുവന്നിട്ട് നീ നിന്റെ കുടുംബത്തിലാണ്, നീ സ്വതന്ത്രനാണ് വിചാരിക്കുക, ഞങ്ങൾ മുഹമ്മദിനെ തലയെടുക്കാം, നിന്റെ അഭിപ്രായം എന്താ?
അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീഹി തുസീബുഹു ശൗകത്തുൻ തുദീഹി വഇന്നീ ജാലിസുൻ ഫീ അഹ്ലി. ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ട് എനിക്ക് പകരം പ്രവാചകനെ കൊണ്ടുവന്ന് നിങ്ങൾ തലയെടുക്കാന്ന് പറഞ്ഞില്ലേ, അത് പോയിട്ട് എൻ്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താ അവർക്ക് നബിയോട് സ്നേഹല്ലേ? ആ വാക്കിന്റെ അർത്ഥം എന്താ? ഇതുപോലെ സഹോദരന്മാരെ, പ്രവാചകന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട്, പ്രവാചകന്റെ നിരോധനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, പ്രവാചകൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കൃത്യമായി പിൻപറ്റിക്കൊണ്ട് അങ്ങനെ സ്വഹാബത്ത് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയുണ്ടായി.